കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗവർണറുടെ നിലപാടിന് അനുകൂലമായി യുഡിഎഫ് വോട്ട് ചെയ്തതിനെതിരെ മുസ്ലിം ലീഗ് മുൻ ജില്ലാ സെക്രട്ടറി എം.പി. റഹീം ബിജെപി അനുകൂലമാകാതിരിക്കാനാണ് താൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്. ലീഗ് സെനറ്റ് അംഗങ്ങൾ കാര്യം മനസ്സിലാക്കാതെയാണ് ഗവർണറുടെ നിലപാടിന് അനുകൂലമായി വോട്ട് ചെയ്തതെന്നും റഹീം ആരോപിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗത്തിൽ യുഡിഎഫിനെ വെട്ടിലാക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.പി. റഹീം സ്വീകരിച്ചത്. യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗവർണറുടെ നിലപാടിന് അനുകൂലമായി യുഡിഎഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതിനെ എം.പി. റഹീം വിമർശിച്ചു. എം.പി. റഹീം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. ബിജെപി അനുകൂലമാകാതിരിക്കാനാണ് താൻ വിട്ടുനിന്നതെന്ന് എം.പി. റഹീം പറഞ്ഞു. ഞാൻ വിട്ടുനിൽക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്ന ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവർണർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഭരണ കക്ഷിയുമായി ബന്ധപ്പെടുന്നതാണ്. കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. അപ്പോൾ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് അവിടെ ഏറ്റുമുട്ടലാണ് കേന്ദ്രവും കേരളവും തമ്മിൽ. അതുകൊണ്ട് സ്വാഭാവികമായും സെനറ്റിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടെ രണ്ട് സർക്കാരുകളോടും അല്ലെങ്കിൽ ബിജെപി അനുകൂല സമീപനം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനതിൽ കർശനമായി എതിർക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ വേണമോ വേണ്ടയോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച. കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഗവർണറുടെ ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇതിനോട് ഞാൻ വിയോജിക്കുന്നു. മുസ്ലിം ലീഗ് അംഗങ്ങളും സെനറ്റിലുണ്ട്. ഇവർ അജണ്ടയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. പുതിയ അംഗങ്ങൾ ആയതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകില്ല എന്ന് റഹീം പറഞ്ഞു. ഞാൻ വ്യക്തിപരമായ ഒരു തീരുമാനമാണ് എടുത്തത്. എൻ്റെ പാർട്ടിയും ആ രൂപത്തിലാണ് തീരുമാനം എടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീഗിൻ്റെ അംഗങ്ങളുണ്ട്. അവർ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. പുതിയ ആൾക്കാരാണ് എല്ലാവരും. അതുകൊണ്ടാണ് അനുകൂലിച്ച് വോട്ട് ചെയ്ത്. അറിയാത്തതുകൊണ്ട് പുതിയ മെമ്പർമാരെ സെനറ്റിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തിപരമായി ബിജെപിയെ അനുകൂലിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത്. മുസ്ലിം ലീഗിനും ഇതേ നിലപാട് തന്നെയായിരിക്കുമെന്നാണ് താൻ കരുതുന്നതെന്നും എം.പി. റഹീം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.